തൃശൂർ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഭവനരഹിതർക്ക് സർക്കാർ അനുവദിച്ച 50ഓളം വീടുകൾ കാടുമൂടി നശിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീടുപണി പൂർത്തിയാകാതെ കാട് പിടിച്ച സ്ഥലത്ത് ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. ഭവനരഹിതരുടെ അപേക്ഷ പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്കാണ് സർക്കാർ ധനസഹായത്താൽ ഭൂമിയും വീട് പണിയുന്നതിന് ധനസഹായവും നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ പ്രത്യേക പദ്ധതി പ്രകാരം അതിദരിദ്രർക്ക് നൽകിയ വീടുകളും ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ വാർഡുകളിൽ നിരവധി വീടുകൾ തറപണി മാത്രം കഴിഞ്ഞതും ചുമറുയരത്തിൽ പണി പൂർത്തിയായതും മേൽക്കൂര വാർത്ത് കഴിഞ്ഞവയും അനുവദിച്ചു കിട്ടിയതും ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയും ഇതിലുണ്ട്. അനുവദിച്ച വീടും സ്ഥലവും വാസയോഗ്യമാക്കുക മാത്രമേ ഗുണഭോക്താക്കൾക്ക് ചെയ്യാനാകൂ. ഇവ മറിച്ചു വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയില്ല. പഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം 120 അപേക്ഷകളാണ് ഭൂമി വാങ്ങുന്നതിന് പണമില്ലാത്തതിന്റെ പേരിൽ പരിഗണിക്കാതെ കിടക്കുന്നത്. ഈ പട്ടിക പൂർത്തീകരിച്ച ശേഷമേ ലൈഫ് പദ്ധതിയിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ അനുവദിച്ച വീടും സ്ഥലവും തിരികെ നൽകാൻ തയ്യാറായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ഭൂമി തിരിച്ചെടുത്ത ആവശ്യക്കാർക്ക് നൽകുന്നതും നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പഞ്ചായത്ത് അംഗം പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ പറഞ്ഞു. സർക്കാർ ധനസഹായത്തിൽ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും സർക്കാർ ധനസഹായത്തിന് വർഷങ്ങൾക്ക് മുന്നിൽ ലഭിച്ചിട്ടും പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. എന്നാൽ അർഹതപ്പെട്ട ആളുകൾക്ക് വർഷങ്ങളായി കൊടുത്തിട്ടും അത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാതെ കാട് പിടിച്ച് നശിച്ച നിലയിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം ഭൂമികളോ വീടോ ക്രയവിക്രയം ചെയ്യുവാനോ കച്ചവടം നടത്താനോ പറ്റില്ല എന്നുള്ള ഒരു ക്ലോസും കൂടെ അതിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഇവർക്ക് കൈമാറ്റം നടത്തിയിരിക്കുന്നത്. വീടുപണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് കൃത്യമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അർഹതപ്പെട്ട ഒട്ടനവധി ആളുകളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് സർക്കാർ ഇതിൽ ഇടപെടണം. ഈ ആവശ്യം കാണിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകിയിരിക്കുകയാണ് പ്രീബനൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.